ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഇന്ന് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് അതീവ രഹസ്യമായി അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ചേംബറിൽ നടന്നുവെന്നാണ് വിവിധ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ജഡ്ജിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അദ്ദേഹം അധികാരത്തിലേൽക്കണമെങ്കിൽ അധികാരമേൽക്കുന്നത് ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത് ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലാണ്. പക്ഷേ ഇവിടെ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ നടത്തുന്നതിന് പകരം ഈ ചീഫ് ജസ്റ്റിസിന്റെ ചേംബറിൽ വെച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേൽക്കുന്നതിനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപം അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ മറ്റും ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ചുമതലയേൽക്കൽ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജിയും കഴിഞ്ഞ ദിവസം ഫയൽ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് അതീവ രഹസ്യമായി ഇന്ന് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കുന്നത്. ജഡ്ജിയായി അധികാരമേറ്റെങ്കിലും അദ്ദേഹത്തിന് ജുഡീഷ്യൽ ചുമതലകളൊന്നും തന്നെ നൽകില്ല. കാരണം ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ഈ അന്വേഷണ റിപ്പോർട്ട്, അതായത് ഈ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ ഒരു ചുമതലകളും ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് നൽകരുതെന്ന്, ജുഡീഷ്യൽ ചുമതലകൾ നൽകരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫലത്തിൽ അദ്ദേഹം ജഡ്ജിയായി തുടരും, പക്ഷേ അദ്ദേഹത്തിന് ജുഡീഷ്യൽ ചുമതല ഉണ്ടാകില്ല. ഇതിനിടെ ഇപ്പോൾ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് തികച്ചും നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത് ഈ രഹസ്യമായി നടന്ന ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് അത് ചട്ടവിരുദ്ധമാണ്, അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം ചുമതലയേറ്റതായി കണക്കാക്കരുതെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂല സമീപനം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നോ അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.